കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും അത് തിയേറ്ററിൽ പോയിട്ട് കാണണം മക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന അയാൾ ഒരു അവതാര പുരുഷൻ തന്നെയാണ്. 74 വയസ്സായ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങേര് സ്വന്തമായി നിർമ്മിച്ചിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ്, അതായത് കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് പോലും ഒരു അടി കൊടുക്കാൻ തോന്നുന്ന തരത്തിൽ ഒരു കഥാപാത്രത്തെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ പവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലാന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ വിനായകൻ എന്ന് പറയുന്ന ആ ഒരു നടൻ ശരിക്കും ഇതിൻ്റെ അകത്ത് നായകനാണ്. വിനായകന് വേണ്ടിയിട്ട് മമ്മൂക്ക ശരിക്കും ബലിയാടായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിനായകൻ എന്ന് പറയുന്ന നായകന് ചേർന്ന ഒരു വില്ലനാണ് ശരിക്കും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ. അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഇത് കഴിഞ്ഞോ എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കടന്ന്. അതായത് അത്രയും ഭയങ്കര രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മളെല്ലാവരും കേട്ട ചില ആൾക്കാരൊക്കെ, എല്ലാവരും അല്ല, കാരണം പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നവർ ഇത് കേട്ട കഥ തന്നെയാണ്. ഇത് നടന്ന ഒരു സംഭവം തന്നെയാണ്. അത് കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഇത്ര നല്ല റെഡിയായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാള് ആ ഒരു കഥാപാത്രം ഏറ്റെടുക്കണമെങ്കിൽ അത്രയും ഒരു ധൈര്യം വേണമെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും മമ്മൂക്കയുടെ ഇത്ര അഭിനയ ജീവിതം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 പതിറ്റാണ്ടോളമായി. ഈ 4 പതിറ്റാണ്ടിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞ നായകനായിട്ട് നമ്മളെ എല്ലാവരെയും ഒരുപാട് എന്താ പറയേണ്ടത്, നമ്മളെ രസിപ്പിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അവസാന കാലത്താണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് വേഷങ്ങൾ, അതായത് കൊടൂര വില്ലൻ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കൊന്നും ഒരു തരത്തിലും പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സ്ത്രീകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന കഥാപാത്രത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കണം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതായത് നമ്മളൊക്കെ കാത്തിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയും വിനായകനും ഉള്ളത് കൊണ്ട് തന്നെയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇത്രത്തോളം കാത്തിരിക്കത്തില്ല. എന്താണ് ഇതിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ട്വിസ്റ്റ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്വിസ്റ്റ് നമുക്ക് കാണണമെങ്കിൽ അടുത്ത ഭാഗം വരെ കാത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഭാഗം പൂർണ്ണമായി കണ്ട് അടുത്ത ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ജിതിനെ, ഇതുപോലൊരു ചതി നീ പ്രേക്ഷകരോട് ചെയ്യരുത്. അതായത് നിനക്ക് കൃത്യമായിട്ട് പറയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണെന്നൊക്കെ പറയാമായിരുന്നു. ഇതിപ്പോഴേ നമുക്കൊരു ടെൻഷനാക്കി തന്നൂന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ നമ്മൾ എന്താ ഇപ്പൊ പറയുക, എങ്ങനെ ഇത് ഒരു താരതമ്യപ്പെടുത്തുക? അതായത് അങ്ങേരുടെ ആ സ്റ്റൈലൊക്കെ ഇല്ലേ, ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു പിന്നെ ഇതൊക്കെ വലിക്കുന്ന ഒരു സംഭവം, അതുപോലെ തന്നെ അതൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴില്ലേ, എന്താണെന്ന് നമ്മൾ ശരിക്കും അങ്ങേരുടെ ആ പ്രായത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊരു മനുഷ്യനാണ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു വല്ലാതെ പിടിച്ച മനുഷ്യൻ തന്നെ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികമാരൊക്കെ എന്ന് പറഞ്ഞാൽ വീട് പണിയെടുക്കുമ്പോൾ അവര് നല്ല പളവള സാരി ഉടുക്കണം. അതുപോലെ തന്നെ ചില നായകന്മാർക്ക് നല്ല ഷർട്ട്, എന്താ കൃഷിപ്പണിയാണെങ്കിലും നല്ല ഷർട്ട് വേണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൃത്യമായിട്ടും കല്ലേറ് കിട്ടും, അല്ലെങ്കിൽ തെറി കിട്ടും, അല്ലെങ്കിൽ പ്രാക്ക് കിട്ടും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുത്തില്ലേ, ഒരു ഭയങ്കര ധൈര്യം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, 2025 ലാസ്റ്റും 26 കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തൂക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു നെഗറ്റീവും പറയാനില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് മമ്മൂക്കയല്ലേ, അതുകൊണ്ട് ഒരു കാര്യം കുറച്ച് നെഗറ്റീവ് കിടക്കട്ടെ. എന്താ വെച്ചാൽ ഭയങ്കര ലാഗായിരുന്നേ, ഭയങ്കര വലിച്ചു നീട്ടലായിരുന്നേ, ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിച്ചു നീട്ടലാന്നേ, പിന്നത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിച്ചു നീട്ടലാന്നേ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നെഗറ്റീവ് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ റിവ്യൂ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറയണമല്ലോ. പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ലല്ലോ. നമ്മൾ നെഗറ്റീവ്, കൊടൂര നെഗറ്റീവ് തന്നെ പറഞ്ഞോളുക, അതാണ് വേണ്ടത്. അത് തന്നെയാണ് ഇനി അങ്ങോട്ട് വരാനും പോകുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതാ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവനെ ഉണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ അവനെ പോയി കണ്ടിട്ട് ചോദിക്കാം, എവിടെയാടാ നിനക്ക് നെഗറ്റീവ് പറയാനുള്ളത് എന്ന് ചോദിക്കുവാണെന്ന്. കാരണം അതായത് ഈ പടം ഇങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പടം ഇങ്ങനെയല്ല, അത് വേറൊരു തലത്തിൽ കഴിയില്ല. അത്രമാത്രം അതിൻ്റെ ഒരു ടെക്നിക്കോ കാര്യങ്ങളോ എന്താ പറയേണ്ടത്, നമുക്ക് നമ്മളിങ്ങനെ പിടിച്ചിരുന്നു പോലെ, ആ ഒരു പിടിച്ചിരുത്തിയൊരു ഫീല്.
എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പുതിയ തലമുറയിലെ സംവിധായകന്മാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ. ആ എഴുത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ കുറഞ്ഞു പോയോ എന്ന് തോന്നിപ്പോകും. കാരണം അത് അത്രയും കൂട്ടാൻ കഴിയുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിന്റെ കഥയും കഥാപാത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ത്രില്ല് നഷ്ടപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വലിയ രഹസ്യങ്ങൾ അതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ രഹസ്യം തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിനായകനെ നമ്മൾ എത്രത്തോളം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ അഭിനയത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 1-ാം നമ്പർ തന്നെയാണ് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാലോ, വേറെ ഒരു നടനാണെങ്കിലും, ഇപ്പൊ മമ്മൂക്കയുടെ സ്ഥാനത്ത് വേറെ ഒരു നടനാണെങ്കിലും വിനായകനെ നായകനാക്കാനോ എന്നിട്ട് ഞങ്ങളെ ചെലവിൽ അവനങ്ങ് വളരാനോ എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ മമ്മൂക്ക പറഞ്ഞത് വിനായകൻ തന്നെ വേണം, ഈ ഒരു കഥാപാത്രത്തിന് വിനായകനെ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അങ്ങനെ ഒരു നടൻ വിനായകൻ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിനായകൻ എന്ന് പറയുന്ന ഒരു നടന്റെ വില്ലൻ ഞാൻ ആകാം, അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര നായകന്മാരുണ്ട് ഇവിടെ. അവിടെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ സിനിമക്ക് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറായ ഒരു നടൻ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, നാളെ പ്രണവ് മോഹൻലാല് നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെ വില്ലനായിട്ട് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വേഷങ്ങളിലേക്ക് വരാനാണോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട്. അത്രത്തോളം ഈ ഒരു നെഗറ്റീവ് കഥാപാത്രം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് നല്ലോണം കിട്ടും, അടി നല്ലോണം കിട്ടും. ഇനി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മമ്മൂക്കയെ നോക്കിയിട്ട് ആൾക്കാർ പുച്ഛിക്കും, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തെറി പറയും. എടാ നീ അത് ചെയ്തല്ലോടാ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നീ ക്രൂരനാണോടാ ഒരു സ്ത്രീയോട് ചെയ്യാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ഒരുപക്ഷെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീട്ടിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ കയറണ്ട എന്ന് വരെ പറഞ്ഞു വരും. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താണെന്ന് വെച്ചാൽ പണ്ട് സായികുമാർ പറയുന്നുണ്ട്, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോഴേ ഏതോ ഒരു വീട്ടിൽ പോയപ്പോഴേ സായികുമാറിനെ ഇറക്കി വിട്ടിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ പെമ്പിള്ളേരൊക്കെ ഉള്ളതാണ് മോനെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ മമ്മൂക്കയെയും പറയുക, അതായത് ഇവിടെ കയറണ്ടാവായി, ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് തന്നെയായിരിക്കും പറയുക. അത്രമാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് പേരെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ അവരവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇത് ഒരുപാട് പേർക്ക് അറിയുന്നൊരു കഥയാണ്. അപ്പൊ അറിയുന്ന ഒരു കഥയാകുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഒളിപ്പിച്ചു വെച്ചാൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകും. ഏതായാലും ജിതിൻ എന്ന് പറയുന്ന ആ ഒരു നടൻ, ആ ഒരു സംവിധായകൻ, ജിതിൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇത് വിജയിച്ചു, പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, മമ്മൂട്ടി കമ്പനി തന്നെ ഇത് ഏറ്റെടുത്ത് ഈ ഒരു സിനിമ, വേറൊരു കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ മമ്മൂക്ക വില്ലനായിട്ടോ അയ്യോ ഈ സിനിമ ഏറ്റെടുക്കത്തില്ല എന്ന് തന്നെ പറയും. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ മാത്രമേ ഇത് അഭിനയിക്കാൻ കഴിയുള്ളൂ. 74-ാം വയസ്സിലും അങ്ങേരുടെ ഇതൊക്കെ കാണുമ്പോഴില്ലേ, ഇപ്പോഴുള്ള നടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് മമ്മൂക്കാനെ പോയിട്ടൊന്ന് കാണണം, ഒന്ന് പഠിക്കണം അദ്ദേഹത്തെ പറ്റിയിട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു സിനിമക്ക് വേണ്ടിയിട്ട്, അതായത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഏതായാലും നിങ്ങൾ എല്ലാവരും പോയിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഒന്നും പറയേണ്ടത്. ഇതിൻ്റെ വേറെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. കാരണം ഇപ്പോൾ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിരിക്കുക. ബൈ ബൈ.